999 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ബോൾട്ട് ഓഡിയോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാഫ് ഇയർ TWS ആണ് X45. 999 വാങ്ങിച്ചെങ്കിലും ഇപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 1499 ആയിരുന്നു. എന്നാൽ 999 സ്പെഷ്യൽ ലോഞ്ച് ഓഫർ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്ക് അത് 1299 ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് 1500 രൂപയിലേക്ക് മാറിയെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1500 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു X45 വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ X45. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സൈസാണ്, മാറ്റ് ഫിനിഷ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്ചർ ഡിസൈൻ എന്ന് പറയുന്നത് കാണാൻ നല്ല രസവും ഉണ്ട്. രസം മാത്രമല്ല, നമുക്ക് ആക്ച്വലി കയ്യിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഗ്രിപ്പും ഉണ്ട്. സോ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകാനും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഊരിപ്പോകാനും ചാൻസ് വളരെ കുറവാണ്. പിന്നെ ബോൾട്ട് ഓഡിയോയുടെ ലോഗോ മുന്നിലുണ്ട്, LED ഇൻഡിക്കേറ്റർ നല്ലോണം കാണാം. ഏറ്റവും അടിയിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് ഇട്ടുണ്ട്. പക്ഷേ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. പൊതുവേ ലിഡിന്റെ അടിയിലായിട്ട് മെൻഷൻ ചെയ്യേണ്ടതാണ്, അത് ഇവിടെ അങ്ങോട്ടില്ല. എന്നാൽ അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. 1.5 hours വേണം 100% ഇത് ചാർജ് ആകാനായിട്ട്. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത് 5V1 5 വാട്ട്സിന്റെ ലോ പവർ അഡാപ്റ്ററാണ്. പിന്നെ ടൈപ്പ് സി അതുകൊണ്ട് തന്നെ നമ്മളൊരു 5V2 10 വാട്ട്സിന്റെ യൂസ് ചെയ്താൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കൂടാതെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 150 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു കേസിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ലിഡ് ക്വാളിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ 999 രൂപയ്ക്ക് ഓക്കെ ആണെന്ന് പറയാം. പക്ഷേ 1500 രൂപയ്ക്ക് കുറച്ചുകൂടി ആ ഒരു ക്വാളിറ്റി കൊണ്ടുവരാമായിരുന്നു എന്ന് നമുക്ക് തോന്നും കേട്ടോ. എന്നാൽ പോലും കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആണ്. കൂടാതെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേര് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകും. ഹൈപ്പർ സിങ്ക് ടെക്നോളജി അല്ലെങ്കിൽ ഇൻസ്റ്റാ വേക്കൻ പേര് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിനകത്തും എന്തോ ഒരു പേരുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയെങ്കിലും ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ആക്ച്വലി ഇത് വാങ്ങിച്ചതേ ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് ഗ്രേ ഗ്രീൻ എന്നിങ്ങനെ 2 കളേഴ്സിലും അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ബ്ലാക്ക് മേടിച്ചെങ്കിൽ പോലും കേസ് ഓക്കെ ബ്ലാക്ക് കളറാണ്, പക്ഷേ ഇയർബഡുകൾ ഉണ്ടാ ഒരു ഗ്രേ കളറാണ്. 10% മാത്രമാണ് ആ ഒരു ബ്ലാക്ക് കളർ ഉള്ളത്. അതും നമ്മൾ ചെവിയിലോട്ട് അങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ ആ ബ്ലാക്ക് കാണാനേ പറ്റത്തില്ല. അതായത് ബ്ലാക്ക് മേടിച്ച് ഒരു ഇയർബഡ് ബ്ലാക്ക് കളർ വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. കാരണം ഗ്രേ കളറിലുള്ള ഒരു ഇയർബഡാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. ഏറ്റവും പിറകിലായിട്ട് LED ഇൻഡിക്കേറ്ററും ബോൾട്ടിന്റെ ലോഗോയും, കൂടാതെ അവിടെയും നമ്മുടെ ഈ ഒരു ടെക്സ്ചർ ഉണ്ട്. അതുപോലെ തന്നെ മൈക്കോ കാണാം. കൂടാതെ 13mm ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ്, ബേസ് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. ഇവിടെയും എത്ര പ്ലേ ടൈം ആണ് നമുക്ക് ആ സിംഗിൾ ചാർജിൽ കിട്ടുക എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ 30 മിനിറ്റ്സ് ആണ് 100% ഇത് ചാർജ് ആകാനായിട്ട് സമയമൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അനുഭവം പറയുവാണെങ്കിൽ ഞാനൊരു 1.5 മണിക്കൂർ 80% പാട്ട് കേട്ട സമയത്ത് ഒരു 20% മാത്രമേ ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 80% അവിടെ അവൈലബിൾ ആയിരുന്നു. വീണ്ടും ഞാൻ 1 മണിക്കൂർ കേട്ടിട്ടും നോക്കുമ്പോഴത്തേക്ക് 80% അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എത്രയാണെന്നും എക്സാക്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു 6 to 7 hours നമുക്ക് സിംഗിൾ പ്ലേ ടൈം കിട്ടുമെന്നുള്ളതിൽ വേറൊരു സംശയമില്ല കേട്ടോ. പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഇയർബഡുകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് വെക്കുമ്പോൾ പോലും ഭയങ്കര വലിയ ഹെവിനെസ്സോ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ടോ ഒന്നും എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അങ്ങോട്ടില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. പാസീവ് നോയിസ് ക്യാൻസലേഷനിൽ തന്നെ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. സോ നമ്മൾ അത്യാവശ്യം ക്രൗഡ് ആയിട്ടുള്ള പ്ലേസ് ചെയ്തിട്ട് പാട്ട് കേൾക്കുക അല്ലെങ്കിൽ മറ്റൊരാൾ സംസാരിക്കുമ്പോഴത്തേക്ക് വലിയ ഒരു എന്താ പറയുക ഒരു ഡിസ്റ്റർബൻസും നമുക്ക് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. നമ്മുടെ ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ബോൾട്ടിന്റെ ലോഗോ ഉണ്ടോ ആ ഒരു ഭാഗത്തായിട്ടാണ് ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്. വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും അതുപോലെ തന്നെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും സാധിക്കും. ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, നമ്മൾ ഇടതിൽ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. ഇനി വലതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അപ്പ് ആവും. അതുപോലെ തന്നെ ഇടതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം ഡൗൺ ആവും. കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മൾ വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വോയിസ് അസിസ്റ്റൻസ് അങ്ങോട്ട് വർക്ക് ആവുന്നതാണ്. ഇനി ഇതിന്റെ മ്യൂസിക് ഹോൾഡിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മളൊരു 100% പാട്ടിട്ടാൽ പോലും. എന്നാൽ ചില പാട്ടുകൾ ഞാൻ ഇതിനകത്ത് ഇട്ടപ്പോഴത്തേക്ക് ചെറിയൊരു ഡിസ്ട്രാക്ഷൻ അനുഭവപ്പെട്ടു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു 60-70% ഇടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതായത് ചില ഇയർബഡുകൾ നമ്മൾ 100% കേൾക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് ഇവിടെ ഒരു 70% കേൾക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയതുകൊണ്ട് 100% ഇടുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക ചെറിയൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുന്നതായിരിക്കാം. എല്ലാ പാട്ടുകളിലും ഇല്ല, ചില പാട്ടുകളിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് അനുഭവപ്പെട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ, അതായത് ആ ഒരു ഔട്ട്പുട്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ
മോണോ ഔട്ട്പുട്ട് ആണ് കുറച്ച് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ ട്രെബിൾ ഉണ്ടോ എന്ന് വെച്ചാൽ ട്രെബിൾ ഉണ്ട്. അവിടെ ട്രെബിളിന്റെ അപാകത ഇല്ല, എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലാകാൻ ചാൻസ് ഉണ്ട്. ട്രെബിൾ അതായത് ട്രെബിൾ ഔട്ട്പുട്ട് ആണ് കൂടുതലായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക്, അതായത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവാം, പക്ഷേ ഡിസപ്പോയിന്റ് ആവത്തില്ല കേട്ടോ. എന്നാൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നല്ല രസമായിരിക്കും ഈ ഒരു മോണോ ഔട്ട്പുട്ട് ഉള്ളതുകൊണ്ട് തന്നെ. സത്യം പറഞ്ഞാൽ ഒരു ഗെയിമേഴ്സിന് വേണ്ടിയാണോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്? ഒരു മോഡൽ മാത്രം വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ ആ ഒരു ഔട്ട്പുട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത് ആ ഒരു ഗെയിമേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. എനിവേ, എന്തായാലും ഈ ഒരു മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ അതിപ്പോൾ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആയിക്കോട്ടെ, അതല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പാട്ടുകളൊക്കെ കേൾക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് അതും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് ഓഡിയോ X45 നിന്ന് ലഭ്യമാകുന്ന ഒരു മൈക്ക് ക്വാളിറ്റിയാണ് ഇൻഡോറിനകത്ത്. ആക്ച്വലി ഞാനിപ്പോൾ നോർമലിയാണ് സംസാരിക്കുന്നത്. കോഡ്സ് മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 2 മൈക്ക് വീതം ഉണ്ട്. ഒരു കോളിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ഈ X45 വാങ്ങിച്ചത് ബൈങ് ആകുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് വീഡിയോ കമന്റ് ആയിട്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് പ്രൊട്ടക്ഷൻ ഉള്ളത്. പിന്നെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളേ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. IPX5 എന്ന് പറയുമ്പോഴത്തേക്ക് ഹെവി റെയിലിൽ പോലും ഡാമേജ് വരാൻ ചാൻസ് ഇല്ലെന്നാണ് പറയുന്നത്. എന്നാൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറന്റി ഉണ്ടെങ്കിലും വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറന്റി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല കേട്ടോ. കൂടാതെ 1 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 മന്ത്സ്, അതായത് 15 മന്ത്സ് നമുക്ക് വാറന്റി കിട്ടുന്നതാണ്. പിന്നെ സർവീസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഓഫ്ലൈൻ സർവീസ് സെന്ററിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി, ഒരാഴ്ചക്കകത്ത് പുതിയ സാധനം നമ്മുടെ വീട്ടിലെത്തും. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സർവീസിന്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു പ്രോഡക്റ്റ് കണ്ടും കൂട്ടി അങ്ങോട്ട് വാങ്ങിക്കാൻ പറ്റും. ഇനി നമ്മുടെ ഗെയിം മോഡ് 45 ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകളൊക്കെ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആകുമെന്ന് നോക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കാനായിട്ട് എന്താ പറയുക, ബട്ടണോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് സ്വിച്ച് ഓവർ ചെയ്യുവാണ് പതിവ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ ഒരു ട്രിഗറിന് കൈ എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ ഒരു സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതിയേ. ചെറിയൊരു ഡിലേ എന്താ പറയുക, നമ്മൾ ഈ ഫ്രെയിം ഉണ്ട് എന്ന സിംഗിൾ ഷോട്ടിൽ കണ്ട ഒരു കുഴപ്പമില്ല. ഇത് പൊതുവെ 45 50 ഏതൊരു ഇയർബഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ആ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അതിലൊന്നും വേറെ ഒരു സംശയമല്ല. ഇപ്പോൾ ആ ഒരു 45 അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് 5.3 ബ്ലൂടൂത്ത് വേർഷൻ ആയതുകൊണ്ട് തന്നെ 5.2 മുകളിലുള്ള ഏതൊരു മൊബൈൽ ഇട്ടാലും ബാറ്ററിയും കുറച്ച് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലിപ്സിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതിൽ വേറെ ഒരു സംശയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു X45 കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1499 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും കുഴപ്പമില്ല. ബോൾട്ട് ഓഡിയോയുടെ ഒരു പ്രോഡക്റ്റ് വേണം, പ്രത്യേകിച്ച് എന്താ പറയുക 1500 രൂപയ്ക്കുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇയർബഡ് വേണം എന്നുണ്ടെങ്കിൽ 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം. എന്നാൽ ഒരു 1299 അല്ലെങ്കിൽ 999 രൂപയ്ക്ക് വാങ്ങിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു X45 എന്നുള്ളതിൽ വേറെ ഒരു സംശയം കേട്ടോ. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഒരു മ്യൂസിക്, ഗെയിമിങ്, അതുപോലെ തന്നെ മൈക്ക് ക്വാളിറ്റി നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് വാങ്ങിക്കുന്നതിൽ തെറ്റില്ലാന്നേ എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ ആ ഒരു മ്യൂസിക് ക്വാളിറ്റിയിലെ എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഒരു ട്രെബിൾ കുറച്ചുകൂടി ഒന്ന് ഡോമിനേറ്റഡ് ആയിരുന്നു എങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പറയണത്. പക്ഷേ ചിലപ്പോൾ ബേസ് ലവേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു മോണോ ഔട്ട്പുട്ട് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ആ ഒരു ട്രെബിൾ കുറച്ചുകൂടി ഇഷ്ടമുള്ളതുകൊണ്ട് അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നേനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാലും ഈ ഒരു വീഡിയോയിലൂടെ X45 കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത ഈ ഒരു X45 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റയിലുള്ള DeepZstore വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇതങ്ങോട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇത് മാത്രമല്ല, അവിടെ വാച്ച് സ്ട്രാപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഇയർബഡുകളുടെ കേസസ് അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാകുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.